അസ്സലാമു അലൈക്കും. ഞാൻ ഇന്ന് നമ്മുടെ ഈ പ്രകൃതിയെ കുറിച്ച്, അതായത് ചൂടിനെ കുറിച്ച് ഒരു 2 വാക്ക്, എനിക്കൊരു 8 മിനിറ്റ് വേണം വീഡിയോ ചെയ്യാനായിട്ട്. അപ്പൊ ആ 8 മിനിറ്റ് നമ്മുടെ ഈ പ്രകൃതിയെ കുറിച്ച് സംസാരിക്കാന്ന് വെച്ചു. എന്റെയൊക്കെ ചെറുപ്പത്തിലെ ഒരുപാട് മഴ പെയ്യുമായിരുന്നു. തെങ്ങിനൊക്കെ തടം കോരി ഇങ്ങനെ വെച്ചിട്ട് അതിൽ നിറച്ച് വെള്ളം നിറയുമ്പോൾ, സ്കൂൾ വിട്ട് വരുമ്പോഴും കളിക്കാൻ പോകുമ്പോഴും ഒക്കെ ആ വെള്ളത്തില് കാല് തട്ടി നനഞ്ഞ് പെടച്ചാണ് വീട്ടിൽ വരുന്നത്. അതിന് അമ്മയുടെ തല്ലും കൊള്ളാറുണ്ട്. പാവാടയും ഷർട്ടും ഒക്കെയാണ് അന്ന് ഇടുന്നത്. അപ്പൊ അതിൽ നിറച്ച് ചെളിയും വെള്ളവും ഒക്കെ ആക്കിയെന്നും പറഞ്ഞ് നല്ല കൊട്ടു തരും അമ്മ. അപ്പൊ അന്നത്തെ ഒരു സാഹചര്യമൊക്കെയാണ് പണ്ടുള്ള ആ ഒരു അവസ്ഥ. പക്ഷെ ഇപ്പൊ മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പ്രളയം, വെയിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചുട്ടുപഴുത്ത് പൊള്ളുന്നത്ര ചൂടുള്ള വെയില്. എന്താണല്ലേ മനുഷ്യർക്ക്, ആണുങ്ങള്, സഹോദരന്മാർക്ക്, വീട് നയിക്കുന്ന കൂലിപ്പണിക്കാരായ സഹോദരന്മാർക്ക്, കെട്ടിടം പണിയെടുക്കുന്ന സഹോദരന്മാർക്ക് ആ ജോലി ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണ് അവരുള്ളത്. അതുങ്ങൾ ആ വെയിലത്ത് നിന്ന്, പതച്ച് പൊന്തണ വെയിലത്ത് ചുട്ടുപടുത്തോണം നിന്നാണ് പണിയെടുത്ത് വീട് നയിക്കണത്. അപ്പൊ ഈ മാറി മാറി വരുന്ന ഈ സാഹചര്യം, ഇപ്പൊ കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ ചൂടാണ് ഈ വർഷം. ഈ വർഷത്തേക്കാൾ കൂടുതലാണ് ചൂട് അടുത്ത വർഷം ഇൻഷാ അല്ലാഹ്. അങ്ങനെ 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 പോയിക്കൊണ്ടിരിക്കുകയാണ് കാലഘട്ടങ്ങള്. പക്ഷെ പ്രകൃതിയോട് നമ്മൾ മനുഷ്യര് ചെയ്യണ ദുഷ്ടത കൊണ്ടാണ് പ്രകൃതി ഇങ്ങനെ തിരിച്ചടിക്കുന്നതെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ? ഇപ്പൊ എന്റെയൊക്കെ ചെറുപ്പകാലത്ത് ഒരുപാട് വയലുകളും പുഴകളും പാടങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ അതെല്ലാം നിവർത്തി, പൂഴി ഗ്രാവലെല്ലാം ഇട്ട് നിവർത്തി വലിയ വലിയ ഫ്ളാറ്റുകള്, വില്ലകള് ഒക്കെ തീർത്ത് വച്ചിരിക്കുകയാണ്. അപ്പൊ മനുഷ്യർക്ക് എന്തു പോയാലും ഒരു കുഴപ്പവുമില്ല. പ്രകൃതി ശോഭിച്ചാലും കുഴപ്പമില്ല, എന്തായാലും കുഴപ്പമില്ല. അവരവരുടെ പോക്കറ്റ് നിറയണം. ആരെ കൊന്നിട്ടാണേലും, ആരെ വിറ്റിട്ടാണേലും, എന്ത് ചെയ്തിട്ടാണേലും, എല്ലാവരുടെയും കാര്യമല്ല ഞാൻ പറയുന്നത്, കുറെ ആൾക്കാരുടെ കാര്യങ്ങൾ ഞാൻ പറയുകയാണ്. അപ്പൊ എന്ത് ചെയ്തിട്ടാണേലും അവരവരുടെ ബാങ്ക് ബാലൻസ് വളർത്തിയെടുക്കണം. അതാണ് ഇന്ന് കുറെ അധികം പേരുടെ നോട്ടം. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെയാണ് പ്രകൃതി ഇങ്ങനെ തിരിച്ചടിക്കുന്നത്. ഇപ്പൊ പണ്ട് നമ്മള് ഒരു കടലിലെ ഒരു മത്സ്യം നമ്മൾ കറി വെച്ചാല് എന്ത് ടേസ്റ്റാണ് ആ കറിക്ക്. ഞങ്ങളുടെ ഇവിടെ ചാളയെന്ന് പറയും, ചില സ്ഥലങ്ങളിൽ മത്തി എന്ന് പറയും. അതൊക്കെ കറി വെച്ചാല് എന്ത് ടേസ്റ്റാണ്. ഇന്ന് ആ ചാള അല്ലെ മത്തി കറി വെച്ച വല്ലതിനും കൊള്ളുക. എന്താണ് ഇന്ന് കറി വെച്ച എന്തെങ്കിലും ഒരു ടേസ്റ്റ് ഉണ്ടാ കറിക്ക്? അപ്പൊ എല്ലാം മാരകമാണ്. ഉള്ള പ്ലാസ്റ്റിക്കിന്റെ കിറ്റുകൾ മുഴുവനും കടലിലുണ്ട്. അത് പൊടിഞ്ഞ് കടലിൽ വീണിട്ട് അതാണ് മീനുകൾ ഭക്ഷിക്കണത്. അപ്പോ എവിടെയോ ഒരു വായിച്ചതായിട്ട് ഞാൻ ഓർക്കുന്നു, കടലിലെ മത്സ്യത്തിന്
ശാസ്ത്രജ്ഞര് പരിശോധിച്ചപ്പോൾ അതിന്റെ മാംസത്തില് കിറ്റ് കണ്ടതായി, കിറ്റുകള് പൊടിഞ്ഞത് കഴിച്ചിട്ട് അതിന്റെ ആ ഒരു മാംസത്തിൽ കണ്ടതായിട്ട് ശാസ്ത്രജ്ഞര് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് ഞാൻ എവിടെയോ വായിച്ചറിഞ്ഞ്. എത്രത്തോളം വാസ്തവമെന്ന് എനിക്കറിയത്തില്ല. അപ്പൊ അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ കാലഘട്ടങ്ങള്. എന്നിട്ടും മനുഷ്യർ വല്ലതും പഠിക്കുന്നുണ്ട? മനുഷ്യർക്ക് ഇന്ന് കാണുന്നവരെ നാളെ കാണുന്നില്ല. എന്നാലും എനിക്കെന്നുള്ള സ്വാർത്ഥരാണ് കുറെ അധികം പേരും. 10 രൂപ എന്റെ കയ്യിലുണ്ടെങ്കിൽ അത് 50 എങ്ങനെ ആക്കാൻ പറ്റും, ആരെ കൊന്നിട്ട് ആക്കാൻ പറ്റും എന്നുള്ളൊരു ചിന്താഗതിക്കാരാണ് ഓരോരുത്തരും. അതിനിടയിൽ എവിടെ പ്രകൃതി എന്ത് വന്നാലും ആൾക്കാർക്ക് ഒരു കുഴപ്പവുമില്ല. പിന്നെ പൈസ ഉള്ളവര് ചൂടെന്ന് പറയുന്നുമില്ല. എന്താന്ന് വെച്ചാല് അവര് അവരെ കുറ്റം പറയല്ല ഞാന്, 3-4 AC-യും വെച്ച് കിടന്നാൽ അവർക്ക് ഇൻവെർട്ടറും മറ്റുള്ള അതുപോലെയുള്ള കറണ്ട് പോയാൽ പ്രവർത്തിക്കുന്ന മെഷീനും ഒക്കെ വെച്ച് കിടന്നാല് ആരാ അറിയുന്ന പ്രകൃതിയുടെ ചൂട്? നമ്മളെപ്പോലെ പാവപ്പെട്ട ആൾക്കാരാണ് ഈ ചൂടറിയുന്നത്. എനിക്കിന്ന് ഈ പെരടകത്ത് കിടന്നിട്ട് എനിക്ക് ഉറക്കം വരുന്നില്ല. ചൂടത്ത് ഞാൻ ചൂളയില് ഇഷ്ടിയ വേവിക്കാൻ വെച്ചേക്കും പോലെയാണ് ഞാൻ ഈ വീടിനുള്ളിൽ കഴിഞ്ഞുകൂടുന്നത്. ഒരു നിവർത്തിയുമില്ല. എത്ര ദിവസം ഓരോരുത്തരും വീട്ടിൽ പോയി കിടക്കുമെന്ന് ഓർത്തിട്ട് ഈ ചൂടത്ത് തന്നെയാണ് ഞാൻ കിടക്കണത്. ചൂട് കൊണ്ട് സഹിക്കാൻ പറ്റണില്ല. അപ്പൊ ഞാൻ അന്നേരം ആലോചിച്ച് നമ്മുടെ പ്രകൃതിയെ കുറിച്ച് 2 വാക്ക് സംസാരിച്ചാലോ എന്ന്. അപ്പൊ ഇനിയിപ്പൊ മഴ വന്നാല് അത് പ്രളയമാകും. അതിനിടക്ക് നമുക്ക് എന്തെല്ലാം മാരകമായ രോഗം വന്നു. അതൊക്കെ പ്രകൃതി നമ്മളോട് തിരിച്ചടിക്കുന്നതാണ്. അവർക്ക് കത്തി കൊണ്ട് കുത്താനോ വാക്കുകൊണ്ട് വേദനിപ്പിക്കാനോ ഒന്നും പറ്റത്തില്ലല്ല. അപ്പൊ ഇങ്ങനെ ഓരോ കാര്യങ്ങള് തന്ന് പ്രകൃതി അവര് സംതൃപ്തരായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ തന്നു, ചൂട് തന്നും രോഗം തന്നും മഴ തന്നും വെയില് തന്നും ഒക്കെ അവര് നമ്മളോട് തിരിച്ചടിച്ചോണ്ടിരിക്കണേ. അപ്പൊ എല്ലാവർക്കും ഞാനൊരു ചെറിയൊരു എന്റെ ഒരു അറിവ് പറഞ്ഞെന്നേ ഉള്ളൂ. ആരും വിമർശിക്കണ്ട. അപ്പൊ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.